അങ്ങനെ ഈ ലത തോപ്പിക്കാന്ന് വിചാരിക്കണ്ട. ഈ ലത അങ്ങനെ തോറ്റു കൊടുക്കത്തുമില്ല. ചേച്ചി, സുമതി ചേച്ചി, നിങ്ങളുടെയൊക്കെ വീട്ടിലും എല്ലാവരും പ്രേമിച്ചൊക്കെ തന്നെയല്ലേ കെട്ടിയത്? ചേച്ചിയുടെ മുഖം കണ്ടോ അറിയാം ചേച്ചി പ്രേമിച്ചാ കെട്ടിയെന്ന്. ചേട്ടാ, നിങ്ങളൊക്കെ പ്രേമിച്ചല്ലേ കെട്ടിയത്? ഞാനും ഒരുത്തനെ പ്രേമിച്ച്. അങ്ങ് കേരളമാണ് എൻ്റെ നാട്. അവിടെ എങ്ങും ചെക്കന്മാരെ കിട്ടാഞ്ഞിട്ടൊന്നും അല്ല. ഇവിടെ വന്നിട്ട് ഞാനൊരു തമിഴിനെ പ്രേമിച്ച്. അപ്പൊ ഈ ഭാഷ അറിയാത്ത നമ്മളെന്തെങ്കിലും പറഞ്ഞാലും അവർക്ക് മനസ്സിലാകൂലല്ലോ. അത് വെച്ചിട്ടാണ് പ്രേമിച്ചത്. അവനാണെങ്കിൽ അവൻ്റെ അച്ഛൻ പറയുന്നതേ കേൾക്കത്തുള്ളൂ. ഇവിടുത്തെ ഒരു വലിയ കൗണ്ടറിന്റെ മോനാണ്. പക്ഷെ അവൻ വാതുറന്ന് നല്ലൊരു കൗണ്ടർ പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. 4 വർഷം എന്നെ തേനെ പൊന്നെ കരളെന്നൊക്കെ വിളിച്ചതാ. എന്നിട്ട് ഇന്നലെ രാത്രി വിളിച്ചിട്ട് പറയും അവന്റെ മാമ പൊന്ന് കുമുദത്തിന് അവൻ കെട്ടാൻ പോവാന്ന്. ഞാൻ വിടുവോ? എനിക്ക് പൈസക്ക് മാത്രമേ കുറവുള്ളൂ. എനിക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ട്. ഞാൻ വിളിക്കട്ടെ, എന്റെ മാമനെ ഞാൻ വിളിച്ചു വരുത്തും. ചോദിക്കാനും പറയാനും ഉള്ള ആള് ഫോൺ എടുക്കുന്നുമില്ലല്ലോ. ഹലോ ഹലോ. ഓ മാമ, ഇവിടെ ഭയങ്കര വിഷയമാ. ആഹാ, കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും വിഷു ഉണ്ടോ? ഓ വിഷു നല്ല, ഇവിടെ ഭയങ്കര വിഷയം. ഇന്നലെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതല്ലേ. മാമ പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് വാ. മക്കളെ ഇടത്തോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കാണ്. അയ്യോ, ഇവിടെ ഉണ്ടോ? എവിടെ മാമ? മാമനെ കണ്ടാ? ഇല്ല. ആ കാണൂല, മാമൻ ട്രെയിനിൽ വന്നോണ്ടിരിക്കുകയല്ലേ, പിന്നെ അങ്ങനെ കാണും. ശരി ശരി, നീ ഫോണ് പോയി ഇതാ വരണേ. ആ ഓക്കെ. ചെല്ലോ ഓടാ, നീ നിന്റെ കുമുദത്തിനെ പോയി വിളിക്കടാ വൃത്തികെട്ടവനെ. ചെല്ലോ ഓടാ. ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ. മില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ. വിടറാ, നിനക്ക് ഇതൊന്നും മതിയായില്ലല്ലേ? മതിയായില്ലേ? നമുക്ക് ഒരു ഡാൻസ് കൂടി അതുപോലെ അവിടെ നിന്ന് കളിക്കാം. അതാണോ പറഞ്ഞത്? നിനക്ക് ഈ നിന്റെ കുമുദത്തിന്റെ അടുക്ക പോയാ പോരെ? എന്തിനാ എന്റെ അടുക്കലോട്ട് വരുന്നത് നീ? അല്ല ലേതാ, അപ്പടി സൊല്ലാതെ ലേതാ. ഞാൻ പറയൂ ലേതാ, അത് എന്റെ അപ്പ പറഞ്ഞു. നിനക്ക് തെരിയൂലേ? എങ്ക അപ്പ എന്ന് പറഞ്ഞ പേര് പയം. അപ്പ അതാ പറഞ്ഞ അന്ത കുമുദത്തെ കെട്ടണം. ഉനക്ക് തെരിയുമാ? ആന്ധ്രാവിൽ ഒരു നായിഡുടെ മോള്. ആരുടെ മോള്? നായിഡു അവരോട് മോള് താ ഇന്ത കുമുദം. ആ കുമുദത്തെ കെട്ടണമെന്ന് അപ്പ ഭയങ്കരമായിട്ട് അടം പിടിക്കുന്നത്. ഞാൻ കുമുദത്തിനെ കെട്ടു. നീ എങ്ങാനും കുമുദത്തിനെ കെട്ടിക്കഴിഞ്ഞാ നിന്റെ വീട്ടിൽ വന്ന് ഞാൻ കെട്ടി തൂങ്ങും. അങ്ങനെ നീ വീട്ടിൽ വന്ന് കെട്ടി തൂങ്ങി ചത്ത ഞാന് എന്റെ അപ്പ എന്റെ അമ്മ 4 ആടുകൾ എല്ലാം കൂടി ചാവും. മാമാ എങ്കിട്ട് അവളോ പാസമാ? പാസമല്ല, വീടും പുല്ലൊക്കെ പൊളിഞ്ഞിരിക്കുവാണ്. നീ കയറി തൂങ്ങി അതെല്ലാം കൂടെ വേണം. നമ്മുടെ മണ്ണ കൂടെ വേണം. നമ്മള് ചത്തു പോകുന്നത്. അപ്പ പാലക്കാട് നേർക്കളവേ ഒരു മലയാളിയാണല്ലോ കെട്ടിയേക്കുന്നത്, എന്റെ അമ്മയെ. അതുകൊണ്ട് വേറൊരു മലയാളിയെ കെട്ടണ്ടെന്ന് അപ്പ പറഞ്ഞേക്കുന്നത്. ഇവന്റെ അച്ഛനൊരു മലയാളിയെ കെട്ടാ, എന്നെ കെട്ടാൻ നിനക്ക് പറ്റത്തില്ലല്ലേ? അയ്യോ അപ്പ വരുത്, അയ്യോ അപ്പ വരുത്, അപ്പ വരുത്, അപ്പ വരുത്, അപ്പ വരുത്. ഞാനല്ലേ കാണിക്കുന്നത്. അയ്യോ എന്റെ അപ്പ വരുത്, അപ്പ വരുത്. അപ്പ വിളിച്ചോണ്ടിരിക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? എങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ മരുമോളെ എന്ന് വിളി, ഞാൻ കുറച്ചേരം മാമാന്ന് വിളിക്കാം. അയ്യോ അതല്ല, മാമനോട് ഞാൻ കാര്യങ്ങളെല്ലാം ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞതല്ലേ. ഇന്നലെ വരാന്ന് പറഞ്ഞ ആളാ. ഇവിടുത്തെ വിശേഷങ്ങൾ പറ മക്കളെ. അവന്റെ അച്ഛന്റെ പേരെന്തോന്ന്? മുത്തുപ്പാണ്ടി. അവന്റെ പേരെന്തോന്ന്? ചെല്ലപ്പാണ്ടി. അവന്റെ വെറ്റലച്ചല്ല മാമ അടിച്ച് കീറൂന്ന്. എന്റെ കൊച്ചിന്റെ കഴുത്തി താലി കെട്ടിയില്ലെങ്കിൽ ഇന്ന് തൊലയ്ക്കും ഞാൻ. മാമ അവൻ പറഞ്ഞേക്കുന്ന അവന്റെ മാമ പൊന്ന് കുമുദത്തിനെ അവന് കെട്ടുമെന്നാ പറഞ്ഞേക്കുന്നത്. കുമുദായാലും ശരി കുമുദായാലും ശരി റെഡിയാക്കി കളയും. മാമന്റെ ഈ ഇതിനകത്ത് ഇരിക്കണ എന്താണെന്ന് അറിയാമോ? ഓ ഇതെന്തൊക്കെയാ പലഹാരമാണോ മാമ? ഉണ്ടംപുരി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങോട്ട് കണ്ണു തുറന്ന് നോക്കടി. വടിവാള്, വെട്ടുകത്തി, പിച്ചാത്തി, മനസ്സിലായി എന്തെല്ലാം സാധനങ്ങളെന്ന് കണ്ട? അടിവാളെന്തേ? വടി താഴെ കിടക്കണണ്ട, വാളകത്തുണ്ട്. വടിയെടുത്ത് കാണിക്കും, വാളെടുത്ത് വെട്ടും. മാമന്റെ കൈ വിറച്ചിട്ട് വഴി അറിയാ. വെള്ളം അടിച്ചില്ലേന്ന്? ആണ്ട്രാ, വെള്ളം അടിച്ചില്ലെന്ന്. അതല്ല, മാമന് 24 മണിക്കൂറിനകത്ത് 7-8 വെട്ട് വെട്ടണം. വിളി അവനെ, വിളി. സഹിക്കാൻ പോയി എനിക്ക്, വിളി. മാമ വിളിക്കണ്ട, അവൻ വരുന്നുണ്ടെന്തോ. പിന്നെ വേറൊരു കാര്യം മക്കളെ, മാമ എവിടെ ചെന്ന് കൊട്ടേഷൻ എടുത്താലും നല്ല എമൗണ്ടിനാണ് ആളിയാ ഞാൻ കൊട്ടേഷൻ എടുക്കുന്നത്. പക്ഷേ ഈ കൊട്ടേഷൻ മക്കൾക്ക് വേണ്ടി ഫ്രീ ആണ്. ഒരു കാര്യം ഓർത്തു വെച്ചോ, മാമന്റെ ഒരടിക്ക് 5000 രൂപയാണ്. ആര് കുമുദ? അയ്യോ കുമുദം അല്ലല്ലേ, നിന്റെ പേരല്ലേ? യാറില്ലത് അത്. പേര് വരെ മാറിപ്പോയി. എനിക്കറിയാം. യാര്? ഒരടിക്ക് 5000 രൂപയാണ്. പറയണ്ടായിരുന്നു. 4 അടി അടിച്ചിട്ടുണ്ട്. 20,000 രൂപ എനിക്ക് തരണം. 20,000? അല്ല വേണം. നീ എന്തോ കാണിക്കുന്നത്? അതെന്റെ മാമനാ. അപ്പൊ നിനക്ക് വേറൊരു മുറമാമനുണ്ടായിരുന്നല്ലേ? അതല്ലെന്ന്, എന്റെ മാമൻ അങ്കിൾ, അമ്മാവൻ. അങ്കിളാ? മാമൻ എന്തോ അവൻ തല്ലിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. തിരിച്ചു കൊടുക്കാം മാമ. ഇത് ആരെന്ന് പറഞ്ഞത്? വെറ്റിലച്ചല്ലോ അല്ലേ? ചെല്ലപ്പാണ്ടി. ചെല്ലപ്പാണ്ടി, എന്റെ ചെല്ലപ്പാണ്ടി. ഇത് സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് അവക്കറിയാലോ എന്റെ മാമനാണെന്ന്. ക്യാരക്ടർ രജിസ്റ്റർ ചെയ്തില്ലല്ലോ ഞാൻ. ഇത് പുള്ളിയെടുത്തത് ആരെന്ന് മനസ്സിലല്ലോ. മൈ മിസ്റ്റേക്ക്, മൈ മിസ്റ്റേക്ക്, മൈ മിസ്റ്റേക്ക്. എന്തിട്ടാ ഇത്? മാമ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു
മനസ്സിലാക്ക്. എന്റെ കൊച്ചിന്റെ കഴുത്തിൽ താലി കെട്ടി ഇവിടുന്ന് നേരെ കേരളത്തിലോട്ട് വരണം. നിന്റെ അപ്പ അവിടത്തൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ஐயோ அது முடியாது உங்களுக்கு தெரியாது இது முத்துப்பாண்டி கோட்டை കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഇവൻ പറഞ്ഞ മുത്തുപ്പാണ്ടി കോട്ടർ ഒരു 4 കുപ്പി മാറ്റുക. മാമൻ ജവാൻ അടിച്ചാണ്ട നാക്ക് മരവിച്ചിരിക്കും. അതല്ല எங்க அப்பா இங்க முத்துப்பாண்டி அவரோட கோட்டைன்னு சொல்லியா വലിയ ഗുണ്ടയാന്ന്. ഇത് ഭയങ്കര ഗുണ്ടയാണ്. அப்பாவை தெரியாதா இங்க பெரிய ஆளு அந்த ஊரு பாத்தீங்களா அந்த ஊரு பார்த்தேன். அது அப்பாவோடது ஆஹா. அந்த ஊரு பாத்தீங்களா அந்த ஊரும் பார்த்தேன். அது அப்பாவோடது அந்த ஊரு பாத்தீங்களா ஆ. அது எங்க அப்பாவோடது ഓഹോ இங்க போக கூடாது അത് அங்க பெருமாளோட ആ, അങ്ങനെ ഞാൻ അങ്ങോട്ട് പോവില്ല. എന്ത്? പെരുമ്പാമ്പുണ്ടെങ്കിൽ പോവില്ല. ഇവളെയൊക്കെ ഒറ്റ കപ്പിനെടുത്ത് വിഴികളയും. അതല്ല பெருமாள் இருக்குல்ல அதாரு. இது எங்க அப்பாவோட சண்டை ஆஹா. அவர் ரெண்டு பேரும் இப்ப பயங்கர தர்க்கമാണ് எங்க அப்பாவும் அந்த பெருமாளும் എന്ത് തർക്കം? வழி தர்க்கம் பெருமாள் சொல்றது அவரோட வழின்னு அப்பா சொல்றது அப்பாவோட வழின்னு இது எனக்கு தெரியுது எங்க அப்பாவோட வழிதான் നിനക്ക് എങ്ങനെ അറിയാം? சின்ன வயசுல இருந்தே பாக்குறதானே எனக்கு தெரியும் எங்க அப்பாவோட வழிதான் அது ഇതിനൊക്കെ ഇവിടെ തർക്കോട്. നമ്മളവിടെയൊക്കെ ആരെങ്കിലും തലവണ്ട കെട്ടി വെച്ചിട്ട് നൈസായി മാമ എന്തൊരു തീരുമാനം ഉണ്ടാക്കും മാമ. കൊച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഒരു 2 മിനിറ്റ് ഞാൻ ഒരു സമയം തരും. അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രമ്യതയിൽ എത്തിക്കണം. മനസ്സിലായോ? എത്തിക്കാം. അപ്പോഴത്തേക്ക് മാമ இந்த ഊരെല്ലാം ചുറ്റി പാത്തിട്ട് പാറേ. ഓ നീങ്ക നല്ല തമിഴ് പറയുന്നുണ്ട് കേട്ടോ അവളുമായിട്ടുള്ള പളക്കം. നിങ്ങൾ നല്ല മലയാളവും പറയുന്നുണ്ട്. അവളുമായിട്ടുള്ള പഴക്കം നിന്നെ ഞാൻ പൊളക്ക് നാളെ കെട്ടി തപ്പ് തപ്പ് എന്നെ കടം തപ്പിട്ട് കാര്യമില്ല. അതല്ല നിങ്ങൾ പറഞ്ഞ വാക്ക് ഭയങ്കര തപ്പ് അതൊന്നും ഞാൻ പറയരുത് കേട്ടോ മാമ ഊര് പാത്തിട്ട് പാറേ. എല്ലാം റെഡി പണി പോയി. മാമൻ പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ. എന്നെങ്ങാനും കെട്ടിയില്ലെങ്കിൽ ഉറപ്പാ ഞാൻ നിന്നെ കൊല്ലും, അല്ലെങ്കിൽ മാമനെ കൊണ്ട് നിന്നെ കൊല്ലിക്കും. അപ്പൊ ഉനക്ക് കാതലില്ല ഇല്ല എൻകിட்ட ഇഷ്ടമില്ല ഇല്ല. அப்போ இவ்வளவு நாளா சிரிச்சு சிரிச்சு பேசுனது கொஞ்சி கொஞ்சி பேசுனது பொய்யா அத்தனையும் நடிப்பா சொல்லுலதா நடிப்பா இல்லை இல்லை முதல்ல நடிக்கதான் வந்தேன். ஆனால் உங்களோட இந்த புனிதமான காதலை பார்த்த பிறகு என்னால நடிக்க முடியாது மாமா, நடிக்க முடியாது. செம்மாண்டி சீமையிலே தேரோடும் வீதியிலே மான் போல வந்தவளே யாரடிச்சாயோ யாரடித்தாயோ யாரடித்தாயோ നിന്നെ മിക്കവാറും ഞാൻ അടിക്കും. കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനത്തിലെത്തിയ மாமா எனக்கு 3 வருஷமா இவ்வளவு பிடிக்கும் അടിച്ച് ചെവക്കല്ലി കയറിക്കളയും. കല്യാണം കഴിഞ്ഞിട്ട് മതി അതൊക്കെ. அல்ல எனக்கு பயங்கர இஷ்டமான இவளെ ഇഷ്ടമാണെന്ന്. അപ്പൊ എന്റെ അപ്പാവുക്ക് നിറയെ കണ്ടീഷൻ ഇருக்கு കല്യാണം കഴിച്ചു കൊടുക്കുന്ന അവർക്ക് ഇച്ചിരി ധൈര്യശാലിയായിട്ട് കുടുംബത്തിനെ കെട്ടിച്ചു കൊടുക്കും അർക്കലമത്തന്റെ ഫാമിലിയാണ്. ഭയങ്കര ധൈര്യമാണ്. ധൈര്യമായിട്ട് കെട്ടിച്ചു കൂടെ, കുഴപ്പമില്ല. ഈ പറഞ്ഞ കുമുദത്തിന്റെ വീട്ടിൽ ആൾക്കാർക്ക് ഭയങ്കര ധൈര്യമാണ് ഈ വരുന്ന മകരപ്പൊങ്കലിന് അപ്പം ഉണ്ടാവും അങ്ങനെ പൊങ്കലിന് ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ കെട്ടിച്ചേരും മകരപ്പൊങ്കലിന് രാവിലെ ഈ കാളെ അടക്കണം നിസാര കാര്യമല്ലേ ഉള്ളു. ചത്ത കാള എടുത്തൊരു കുഴി വെട്ടി അടക്കി കുറച്ച് മണ്ണ് വിട്ട് 4 ചെറിയത്തും വെക്കണം. നിസാര കാര്യം. അങ്ങനല്ല. പിന്നെ ഈ ബാഹുബലിയിലൊക്കെ കാണുന്ന വലിയ കാള അയ്യോ ഇത് പൊണ്ണം കാള. ആ അത് ഈ ജല്ലിക്കെട്ടിന് ഓടി വരുമ്പോ മാമൻ കെട്ടിപ്പിടിച്ച് നിർത്തണം, അടക്കണം. അത് അടക്കണം ഇതൊക്കെ ആര് ചെയ്യും? മാമൻ നിങ്ങളല്ലേ അടുത്ത ബന്ധുക്കള് ഞാൻ ചെയ്യണോ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മണി കഴിയുമ്പോ ഇങ്ങനെ ശൂലം കുത്തിയിട്ട് 2 നാരങ്ങ വെക്കും ഈ നാരങ്ങ വെക്കണോണ്ട് ചെറിയ എടുത്ത് മാറ്റണോണ്ട് പ്രശ്നമുണ്ടോ? എന്നാ 2 പൈനാപ്പിൾ വെക്കട്ടെ ഇല്ല, നാരങ്ങ മതി. നാരങ്ങ വെക്കണം അപ്പൊ നാരങ്ങ വെക്കുമ്പോ എനിക്ക് വേദന എടുക്കും. വേദന എടുക്കുമ്പോ ഞാൻ നാക്ക് പുറത്തോട്ട് തള്ളി നിലവിളിക്കും. അപ്പൊ മാമന്റെ നാക്കില് ശൂലം കുത്തും. അപ്പൊ ഇവിടുന്നും ഇവിടുന്നും ഇങ്ങനെ. ഇതൊക്കെ ഞാൻ എന്തിനു ചെയ്യണത്? മാമനല്ലേ എന്റെ ബന്ധു. അടുത്ത ബന്ധു അത് കഴിഞ്ഞ ഒരു കുറച്ചു നേരം കഴിയുമ്പോ മറ്റേ ഇത് എന്തോ വാട്ടർ മെലൺ ഇല്ല വാട്ടർ മെലൻ കൊണ്ട് അത് കൊണ്ട് തരും അത് നമ്മൾ ഈ വേദനയിലൊക്കെ ഇരിക്കുമ്പോ വാട്ടർ മെലൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. നമുക്ക് ക്ഷീണം മാറും. അത് കഴിക്കാനല്ല മാമ. പിന്നെ? അതിന്റെ അകത്തൊരു സാധനമില്ലേ, അത് മൊത്തം ഇവര് ചിരണ്ടി എടുക്കും. എന്നിട്ട് അതിനകത്തോട്ട് കർപ്പൂരം ഇട്ട് നിറച്ചിട്ട് മാമന്റെ തലയിൽ വെച്ച് തലയിൽ ഇങ്ങനെ വെക്കും 2 മിനിറ്റ് കർപ്പൂരം വെക്കണത് എന്തിനാണ്? ഒരു വിഷയമില്ല. വൈകിട്ട് 7 മണി വരെ ഇതപ്പോ തുടങ്ങും. രാവിലെ 7 മണിക്ക് ഇതും കൊണ്ട് ഇങ്ങനെ നടക്കണം ഇതൊക്കെ ഞാൻ ചെയ്യണ എന്തിനാണ്? ചെയ്യണം ഇത് അടുത്ത ബന്ധുവല്ലേ അടുത്ത ബന്ധുവാണ്. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് വൈകുന്നേരം ഒരു 8 മണിയാകുമ്പോ ഇതെല്ലാം ഊരിക്കളയും രക്ഷപ്പെട്ടു. ഊരി പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയായിട്ട് നേരെ ചെല്ലും അവിടെ ഒരു പാമ്പിന്റെ പൊത്തുണ്ട്. അത് ഈ രാജവെമ്പാലയുണ്ട്, മൂർക്കമ്പാമ്പ് എല്ലാം ഇருக்கு. അതിലെ മാമൻ കൈയിടണം. ഞാൻ എന്തിനു കയറുന്നു? അത് കൈയിട്ട് കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമില്ല, കടിച്ചില്ലെങ്കിൽ ധൈര്യം ഉണ്ടോ. അങ്ങനെ കണ്ട് അപ്പ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കെട്ടിച്ചു തരും. ഉറപ്പാണ്. ഇത്ര വലിയ അടുത്ത ബന്ധമൊന്നും അല്ല. അമ്മ വഴിയുള്ള ഒരു ബന്ധമാണ് സംഭവം. ഇല്ല നിങ്ങൾ ബന്ധം ഇല്ല, അടുത്ത ബന്ധം വേറൊരാളുണ്ട്. വേറൊരു മാമനുണ്ട്. മാമനെ വിളിക്കട്ടെ. ഏത് മാമൻ? കടക്കാവരുള്ളൊരു ശ്യാമാമൻ. മാമൻ ഇന്നലെ വിളിച്ചു ഈ കാര്യം പറഞ്ഞ മാമ അപ്പൊ സ്വിച്ച് ഓഫ് ചെയ്താണ്. പിന്നെ ചെയ്യണം. ഇപ്പൊ ഞാൻ ചെയ്യണോ? മക്കളെ വർക്കലക്കുള്ള ട്രെയിൻ എപ്പോഴാണ്? രാവിലെ 7 മണിക്ക്. രാവിലെ 7 മണിക്ക് ഞാൻ പോകും. രാവിലെ 7 മണിക്ക് അത് അടുത്ത ശനിയാഴ്ച എല്ലാ ആഴ്ചയിലും ഓരോ ട്രെയിൻ രാവിലെ 7 മണിക്ക്. ആഴ്ചയിലൊരു ട്രെയിനേ ഉള്ളൂ. ആ
ഈ മകരപ്പൊങ്കൽ എന്ന് തീരും? മകരപ്പൊങ്കൽ അടുത്ത ആഴ്ചയല്ലേ തീരത്തുള്ളൂ. തുടങ്ങണെന്നാണ്? തുടങ്ങുന്നത് അടുത്ത 16-ാം തീയതി. 17, 18, 19, 20, 21, 22 ഫിക്സ്. എന്താ സഞ്ചയനം മാമന്റെ സഞ്ചയനം. കാർഡ് അടിക്കുമ്പോൾ കളർ ഫോട്ടോ വെക്കണം കേട്ടോ. എന്നമ്മ അപ്പടിയാ? അയ്യോ, എന്തുവാ? യാരോ ഗുണ്ടെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് വീട്ടിൽ വന്നപ്പോ അപ്പം ഉണ്ടല്ലേ മുട്ടുസൂചിക്ക് കുത്തി. ഒരു മുട്ടുസൂചിക കുത്തി കഴിഞ്ഞാൽ ആർക്കെങ്കിലും നോവുമോ? 500 ഗുണ്ടകൾ വളഞ്ഞു നിന്നാണ് മുട്ടുസൂചിക്ക് കുത്തുന്നത്. കള്ളം പറഞ്ഞവനെ. എന്നെ ഞാൻ ഇതുപോലെ ഒരു ഗുണ്ടെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞതിന് അവനെ ആണെങ്കിൽ തലയിൽ പഞ്ചസാര ഇട്ട് ഉറുമ്പുകൂട്ടി കൊണ്ടിട്ട് കൊടുത്തല്ലോ. അങ്ങനൊക്കെ ചെയ്യും. ഭയങ്കര പ്രശ്നമാണോ? പിന്നെ അച്ഛൻ ഭയങ്കര പ്രശ്നമാണ്. എന്റെ ദൈവമേ, എന്ത് ചെയ്യാനാന്ന് പറ. എടി നീ അല്ലേ പറഞ്ഞേ ഇവിടെ തമിഴ്നാട്ടിൽ മഴ പെയ്യുന്നില്ലെന്ന്? ആണ്ട വെള്ളം വരുന്നല്ലേ. ഇതെവിടെ അതിന്റെ ഉറവിടം? മാമാ, അന്ത ഊര് ഇന്ത ഊര് എന്ത ഊരും മറ്റേ ഊര്. എന്തോ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇതിന്ന് എങ്ങനെ ഊരണമെന്നാലേ. ഇനിയിപ്പം പിന്തിരിഞ്ഞൊരു ഓട്ടോ ഇല്ല. കണ്ടീഷൻ എല്ലാം ഓക്കെയാണ്? കണ്ടീഷൻ എല്ലാം ഓക്കെയാണ്. നിന്റെ അപ്പന് എത്ര ഗുണ്ടകളുണ്ടെന്ന് പറഞ്ഞു? അടിമകളെ കണക്ക് ഒരു 250 ഗുണ്ടകൾ കാണും. നാളെ മുതൽ 251 അടിമയാണ് നിന്റെ അപ്പന്. അതേത് പുതിയ അടിമ? നിങ്ങളാ? ഞാൻ ഡ്യൂട്ടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യണ ജോലി എന്താണെന്നറിയാം? കൈയും കാലും കെട്ടി ഒരു ചാക്കിനകത്താക്കും. അവിടുന്ന് നേരെ ലോങ് പോണ എങ്കിലും ട്രെയിനിന്റെ ബോഗി കയറ്റി അങ്ങ് വിടും ഏതെങ്കിലും അന്യ നാട്ടില്. എന്റെ ചെല്ലപ്പാണ്ടി അങ്ങനൊന്നും ചെയ്യല്ലേ. ചെല്ലപ്പാണ്ടിയല്ല ചെയ്യാൻ പോണത്, നിന്നെ. വർക്കല മൈതാനത്ത് മുട്ടായും തട്ടിപ്പറിച്ചോണ്ട് നടന്ന ഞാൻ ഇവിടെ നോക്കിയാണ് വലിയൊരു ഗുണ്ടയുടെ അണ്ടറിൽ കൊണ്ടിട്ടേക്കണ എന്നെ. അപ്പൊ ഇവളെ ഞാൻ എങ്ങനെങ്കിലും ചെയ്യണ്ടേ അളിയാ? പോടി അങ്ങോട്ട്. കുമുദം.